എനിക്ക് കോളേജിൽ പഠിക്കുന്നവരോട് പറയാനുള്ളത്, ഈ ലവ് എന്ന് പറയുന്നത് നേരെ ചെന്ന് പ്രേമത്തിലോട് ചാടരുത് ദേവിയത്. അത് നമുക്കൊക്കെ ഒരുപാട് ജോലിയുണ്ട് വേറെ. അപ്പോൾ എപ്പോഴും ലവ് ഷുഡ് ബി ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. സുഹൃത്ത് ബന്ധങ്ങൾ വളർന്നു മാത്രമേ അത് പ്രണയമാകാവൂ, അല്ലാതെ നേരെ ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒക്കെ പഴയ അല്ല. ഓക്കെ പൃഥ്വി, മലയാള സിനിമയിൽ താങ്കൾക്ക് ഏറ്റവും വലിയ സൗഹൃദം ഏത് നടിയുമായിട്ടാണുള്ളത്? എനിക്ക് ഒറ്റ ഉത്തരം പറയണം. എനിക്ക് ഏറ്റവും വലിയ സൗഹൃദമുള്ള നടി ഞാൻ പറയാം. ആ നടി ഇപ്പൊ സിനിമകളൊക്കെ ഒരുപാട് ചെയ്യുന്നില്ല. ആ നടിയുടെ പേര് മല്ലിക സുകുമാരൻ എന്നാണ്. ഇത് ഈ സിനിമയിൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. ആക്ച്വലി ഈ റൊമാൻറ്റിക് സീൻ അഭിനയിക്കുമ്പോൾ പൃഥ്വിരാജ് അഭിനയിക്കുന്നത് തീർത്തും തോന്നാറില്ല. എന്താണ് അതിന്റെ കുട്ടൻസ്? ഇതിന് മുമ്പ് എനിക്കൊന്ന് കഴിഞ്ഞൊരു സ്റ്റുഡൻസ് വിളിക്കാൻ വന്നപ്പോൾ ഇതേ ചോദ്യം ഗോവിന്ദൻ കൂടി ചോദിച്ചത്. ഗോവിന്ദൻ ഇത് ഭയങ്കര താല്പര്യമാണല്ലേ? ഇപ്പൊ ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഏതൊരു നടനും നടിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അതായിരിക്കും. കാരണം നമുക്ക് ദേഷ്യം കാണിക്കാൻ ഫൈറ്റ് ഒക്കെ ഓക്കെ, പക്ഷെ ഒരു 300 പേര് ചുറ്റിനും നിൽക്കുമ്പോൾ പ്രേമിക്കുക എന്ന് പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിക്ക് സഹോദരന്മാരെ പറയട്ടെ, അതായത് നമ്മളൊരു റൊമാൻറ്റിക് സീൻ അഭിനയിക്കുമ്പോൾ അവിടെ ഡയറക്ടർ, ക്യാമറമാൻ, യൂണിറ്റിലെ ആൾക്കാർ, അപ്പോൾ സത്യത്തിൽ ഫസ്റ്റ് ഫിലിമിലൊക്കെ ഭയങ്കര ചമ്മലായിരുന്നു. പിന്നെ ഇപ്പോൾ വന്ന് അതൊരു മെക്കാനിക്കലായിപ്പോയി. അത് വലിയ കുഴപ്പമൊന്നുമില്ല. അല്ല, നമ്മുടെ നാരായണൻകുട്ടി ചേട്ടൻ പ്രണയത്തെ പറ്റി പറയാൻ ബിംബി നിൽക്കുകയാണ്. എന്താണ്? നിങ്ങൾ ലവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ലവിനൊരു ഫുൾ ഫോം ഉണ്ട്, അതാർക്കെങ്കിലും അറിയാമോ? ഇല്ല, എന്നാൽ ഞാൻ പറഞ്ഞുതരാം. എൽ lot of tears, O ocean of sorrow, V valley of despair, E end of life. Okay, thank you. അപ്പൊ നാരായണൻകുട്ടി ചേട്ടൻ പ്രേമിച്ചല്ല കല്യാണം കഴിച്ചല്ലേ? അല്ല, ഇപ്പോൾ സാധാരണഗതിയിൽ ഈ പാടുന്നവർക്ക് മനസ്സിൽ ഒരുപാട് പ്രണയം ഉണ്ടാവാറുണ്ട്. പാടുന്നവരോട് നമുക്ക് ഒരുപാട് പ്രണയം തോന്നാറുണ്ട്. എന്താണ് പ്രണയം? എന്താണ് ജോത്സ്ന പറയാൻ? എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അല്ല, അതൊരു കുഴപ്പമില്ല. ചെറിയ കുട്ടിയാണ്, കണ്ടാത്തൊന്നുമില്ല, പക്ഷെ അതാണ് സത്യം. പക്ഷേ ചെറിയ കുട്ടികൾ നമുക്കൊരു പ്രശ്നമാണോ? പൃഥ്വിരാജ് കുറച്ചു മുമ്പ് പറഞ്ഞു പ്രണയം അഭിനയിക്കുന്നത് അങ്ങേയറ്റം പാടുള്ള കാര്യമാണ്. പക്ഷേ ഈ പ്രണയം എഴുതുകയും പ്രണയം അഭിനയിപ്പിക്കുകയും ചെയ്യുന്നത് എളുപ്പമാണോ സാർ? ഇല്ല, പറഞ്ഞില്ല, എല്ലാവരും നമ്മൾ പ്രണയിക്കേണ്ട കാലം ആ പ്രായമൊക്കെ കഴിഞ്ഞാൽ വരുന്നത്. ഇപ്പം നിങ്ങൾ പ്രണയിക്കുന്നു, പണ്ട് ആ പ്രായത്തിൽ ഞങ്ങൾ പ്രണയിച്ചിരുന്നു. ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു തലമുറയുടെ ഭാഗമായിട്ട് പോവുകയാണ്. ഇപ്പം സാറിന് പ്രണയമുണ്ടോ? ഉണ്ടുണ്ട് അല്ലേ? എൻ്റെ ഭാര്യയുമായിട്ട് തീവ്രമായ പ്രണയമുണ്ട് എനിക്ക്. അപ്പോൾ ഉണ്ട്, പ്രണയിക്കാത്ത മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. പ്രണയം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവരെന്നും എന്നും സ്മാർട്ടായിരിക്കും. അവരുടെ യൗവനം പോലും നഷ്ടപ്പെടില്ലെന്നാണ് പറയുന്നത്. അവർ സുന്ദരന്മാരും സുന്ദരികളായിരിക്കും. അതുകൊണ്ട് മിസ്റ്റർ ഗോവിന്ദൻകുട്ടിയും പ്രണയിക്കുക, കുറച്ചുകൂടെ സൗന്ദര്യം കിട്ടും. അല്ല, എന്തായാലും ഞാൻ പ്രണയിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയെങ്കിലും ഇത്തിരി സൗന്ദര്യം വെക്കുമല്ലോ. പിന്നെ ഈ പ്രണയം എഴുതുക എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് മറ്റെന്തിനേക്കാട്ടിലും ഈസി ആയിട്ടുള്ളത്. മനസ്സിൽ സ്നേഹം പങ്കുവയ്ക്കാണല്ലോ, അതിൻ്റെ ഒരു ഭാഗമാണല്ലോ പ്രണയം എന്ന് പറയുന്നത്. ഇപ്പോൾ പൃഥ്വി പറഞ്ഞത് കറക്റ്റാണ്. 100 കണക്കിന് ആൾക്കാർ നിൽക്കുമ്പോൾ പ്രേമരംഗം അഭിനയിക്കാൻ പാടാണ്. ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കാം. അടുത്ത പടത്തിന് വേണേൽ ഞാനൊക്കെ മാറിയിക്കാം അല്ല ഞാൻ പറയാം. അപ്പം ഞാൻ പറഞ്ഞത്, പക്ഷേ അത് സത്യമാണ്. 100 കണക്കിന് ആൾക്കാർ നിൽക്കുമ്പോൾ ആ രംഗം അഭിനയിക്കുക, അല്ലെ ഇൻറ്റിമസി ആയിട്ടൊരു പെൺകുട്ടിയോട് ചേർന്ന് അഭിനയിക്കുക. അവർക്ക് പ്രത്യേകിച്ച് പ്രതിയുടെയൊക്കെ പ്രായത്തിൽ ഇവരൊക്കെ കണ്ടു നിൽക്കുകയല്ലേ, അറിയാതെ പോലും ഞാൻ ഈ തൊടുന്നൊക്കെ എങ്ങനെയാണെന്ന് തോന്നിയേക്കാം. പക്ഷേ എഴുതുന്നത് സുഖമാണ്, എഴുതുന്നൊരു അനുഭൂതിയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രണയരംഗങ്ങൾ എഴുതുകയാണ് ഈ മറ്റു ചൂടൻ രംഗങ്ങളെക്കാട്ടിലും സുഖമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനിപ്പോൾ സത്യം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. സത്യത്തിലാണ് ഞാൻ സാറിനോട് ചെയ്ത 3 സിനിമകളിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടൊരു ലവ് ട്രാക്ക് ഉള്ളത്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെറുതെ നമ്മൾ ഈ ക്യാൻറ്റീൻ്റെ പുറകിൽ വെയിറ്റ് ചെയ്ത് പൂ കൊടുക്കുന്ന പ്രണയമല്ല. ഇന്നത്തെ മോഡേൺ സൊസൈറ്റിയിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും നമ്മളൊരു അപ് ടു ഡേറ്റ് പ്രണയമാണ്. അതായത് വീട്ടുകാരൊക്കെ അറിഞ്ഞ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് അവർ പരസ്പരം പൊതുസ്ഥലങ്ങളിൽ വെച്ച് കാണും, സംസാരിക്കും, അങ്ങനെ ഒരു പ്രണയം. അത് ഓഫ് കോഴ്സ് നമുക്കൊക്കെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാം. പക്ഷേ ഈ ബുദ്ധിമുട്ടി പോകുന്നത് പ്രിയതമേ നിന്നെ ഞാൻ കാത്തു നിൽക്കുന്നു, അതൊക്കെയാണ്. അത് ആ കുഴപ്പമായി പോകും. എന്താണ് അനിയപ്പൻ്റെ പ്രണയം? എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, ഒരു 3 വർഷം പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയം വാണ്ടഡ് എന്ന് പറഞ്ഞൊരു സിനിമ തൃപ്പൂണിത്തുറ ലൊക്കേഷൻ സമയത്ത് ആ പ്രണയം പൊളിഞ്ഞു.
ഞാൻ പെണ്ണിൻ്റെ അച്ഛനോട് എന്നിട്ട് ചോദിച്ചേ എനിക്കിങ്ങനെ ഒരു താല്പര്യമുണ്ട് 3 വർഷമായി പ്രേമം തുടങ്ങിയിട്ട്. അപ്പൊ പുള്ളി ആദ്യമായിട്ട് അറിയണം 3 വർഷമായി പ്രേമം തുടങ്ങി കുരുത്തം കെട്ടവനെ ഇതുവരെ. പിന്നെ പിറ്റേ ദിവസം അവളുടെ ഫോൺ കോൾ, അതെ അച്ഛൻ പറഞ്ഞു വേണ്ട അത് ശരിയാവില്ല അപ്പം അത് നമുക്ക് വേണ്ട. ഇത്രയുള്ള പ്രേമം. 3 വർഷം ഞാൻ ആറ്റുനോറ്റ് കൊണ്ടു നടന്ന സംഭവം, എൻ്റെ വേദന അതെൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിഞ്ഞ് പ്രേമമില്ല. ഇല്ലേ, സത്യത്തിൽ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ അല്ല, ക്രോണിക് ബാച്ചിൽ മമ്മൂട്ടി പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ പെണ്ണില്ല എന്ന് പറഞ്ഞ പോലെ ഇനി എൻ്റെ ജീവിതത്തിൽ പ്രേമമില്ല. ഒരൊറ്റ എണ്ണത്തിനെ വിശ്വസിക്കരുത്.